തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാറിലാണ്. അതായത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയാൽ ആദ്യം എത്തുന്നത് വള്ളക്കടവിലാണ്. വള്ളക്കടവിന് സമീപത്തുള്ള വള്ളക്കടവ് ചപ്പാത്താണിത്. സാധാരണ ഉള്ള രീതിയിൽ തന്നെയാണ് നീരൊഴുക്ക് ഈ പുഴയിലുള്ളത്. എന്താണ്ട് വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ വലിയ രീതിയിൽ വെള്ളം വരികയാണെങ്കിൽ ഈ ചപ്പാത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നതാണ്. അത്രത്തോളം വെള്ളമില്ല എന്നുള്ളത് തന്നെ എത്രത്തോളം സാഹചര്യം അനുകൂലമാണ് എന്നതിൻ്റെ തെളിവാണ്. എന്നാൽ വൃഷ്ടി പ്രദേശത്ത് ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതായത് ഇതിന് സമീപത്ത് കുറേ വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് ഒരുപക്ഷെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. വലിയ രീതിയിൽ വെള്ളം വരികയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരമൊരു അവസ്ഥയില്ല. പക്ഷേ വലിയ രീതിയിൽ വെള്ളം വരികയാണെങ്കിൽ, അതായത് മഴ ശക്തമായി തുടരുകയും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വലിയ അളവിൽ വെള്ളം തുറന്നുവിടേണ്ടി വരികയും ആണെങ്കിൽ മാത്രം ഇതിന് സമീപത്തുള്ള വീടുകളുണ്ട്, ഈ പുഴയോട് ചേർന്നുള്ള വീടുകളുണ്ട്, ആ വീടുകൾക്ക് സമീപത്തേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് പുഴയോരത്തോട് ചേർന്നിരിക്കുന്ന വീടുകളിലുള്ള ആളുകളോട് ആണ് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 883 കുടുംബങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ കണക്കനുസരിച്ച് ഈ വെള്ളം കയറാൻ സാധ്യതയുള്ള മേഖലയിലുണ്ട്. പക്ഷേ ആരും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല. 20 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ നിലവിൽ ആരും അങ്ങോട്ടേക്ക് മാറിയിട്ടില്ല. കാരണം മറ്റോ ആണ് ഇത് തുറക്കേണ്ട സാഹചര്യം വരുന്നത് എങ്കിൽ ആ സമയത്ത് മാറി താമസിക്കുന്നത് ബുദ്ധിമുട്ടാവില്ലേ? ആ കാര്യങ്ങൾ ഇവരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? ജില്ലാ ഭരണകൂടം തമിഴ്നാടിനോട് അത്തരമൊരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുകയാണെങ്കിൽ അത് പകൽ സമയത്ത് വേണം എന്നൊരു നിർദ്ദേശം, ഒരു അഭ്യർത്ഥന കേരളത്തിന്റെ ഭാഗത്തു നിന്ന് തമിഴ്നാട്ടിന് നൽകിയിട്ടുണ്ട്. 2023 നമുക്കറിയാം വലിയ അളവിൽ രാത്രികാലങ്ങളിൽ വെള്ളം തുറന്നു വിട്ടിരുന്നു. അത് ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. കാരണം സാധാരണ രീതിയിലാണ് പുഴ ഒഴുകുക. പക്ഷേ മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടിയ അളവിൽ വെള്ളം തുറന്നു വിടുമ്പോൾ അവരുടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടാവരുത് എന്നൊരു അഭ്യർത്ഥന ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് തമിഴ്നാട് സർക്കാരിന് നൽകിയിട്ടുണ്ട്. പരമാവധി പകൽ സമയത്ത് തന്നെ വെള്ളം തുറന്നു വിടുക, അതാവുമ്പോൾ കുറച്ചുകൂടി ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും മറ്റും സൗകര്യമായിരിക്കും എന്നൊരു കാര്യമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വൃഷ്ടി പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നതിനേക്കാൾ മഴ കുറവാണ്. ഏതാണ്ട് 3700 ഖനയടി വെള്ളം മാത്രമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. അതിൽ 2050 ഖനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. അധികമായി വരുന്നത് ഒരു 1000 ഖനയടി വെള്ളമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡാമിലെ ജലനിരപ്പ് ഉയരുന്നത് വളരെ സാവധാനത്തിലായിരിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ കാര്യമായിട്ടുള്ള മഴയില്ലെങ്കിൽ ഡാമിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. ഒരു 1700 ഖനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കി വിട്ടാൽ പോലും കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം തീരത്തുണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കറിയാം വലിയ ശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ജില്ലാ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ വലിയൊരു മഴ പെയ്യുകയും ഡാമിലെ നീരൊഴുക്ക് അതിശക്തമായി തുടരുകയും ചെയ്താൽ മാത്രമേ ഒരു ആശങ്കയ്ക്ക് ഇടയാകേണ്ട ഒരു സാഹചര്യമുള്ളൂ. നിലവിൽ ഒരു ആശങ്കയ്ക്ക് തീരത്ത് യാതൊരു സാഹചര്യങ്ങളുമില്ല. എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം. എന്തായാലും രാവിലെ തന്നെ ഒരു മൈക്ക് അനൗൺസ്മെന്റ് ഈ തീരത്തുള്ള ആളുകൾക്ക് ജാഗ്രത. വള്ളക്കടവ് മേഖലയിലാണ് ആ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നത്. അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുകയാണ്.